ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ എന്താ കുഞ്ഞിപ്പാ ഇപ്പം നമ്മുടെ കുഞ്ഞിപ്പാക്ക് കുറച്ച് ബീഫിൽ നമ്മൾ ഇതുപോലെ നെയ്യ് അങ്ങനത്തെ കുറച്ച് പീസൊക്കെ നമ്മൾ ചിലപ്പോൾ കളയില്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലിട്ടിട്ട് അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. നമ്മുടെ പപ്പി വരുമ്പോഴും അതല്ല ഇവന് ചിലപ്പോൾ വരും, പപ്പി വരും, ചിലപ്പോൾ 2 പേരും വരും കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെക്കും. പിന്നെ നമ്മൾ കഴിച്ചതിൻ്റെയൊക്കെ ബാക്കി വരുന്നതൊക്കെ അല്ലേ, അതൊക്കെ ഇവർ കഴിക്കുന്നത് ഞാൻ എടുത്ത് വെക്കും, അല്ലാത്ത കളയും കേട്ടോ. പിന്നെ കോഴികൾക്കും കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇവനിപ്പോൾ രാവിലെ വന്ന് പോയതാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ നാളേക്ക് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവന് കുറച്ച് കൊടുക്കണം. പപ്പി ഇപ്പോൾ കഴിച്ചിട്ട് പോയേ ഉള്ളൂ കേട്ടോ. അവൾ ഇന്ന് 2 തവണ വന്നിട്ടുണ്ട്. പക്ഷെ രാവിലെ ആകുമ്പോൾ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. എന്ന് വെച്ചാൽ വണ്ടികളുടെ തിരക്ക് കുറവായിരിക്കും റോട്ടിൽ കേട്ടോ. ഇപ്പോൾ വിലങ്ങ് മുറിച്ചിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ഒരുപാട് പൂച്ചകളുണ്ട്. അവരൊക്കെ അപ്പുറത്തോട്ട് പോകും, ഇപ്പുറത്തോട്ടും വരും. ഇപ്പോൾ ഒരു 4 തവണ 5 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോഴേക്കും വണ്ടി തട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു പേടിയുണ്ട് എനിക്ക്. അപ്പോൾ അവൾ വരരുതേ എന്നുള്ളൊരു ഇതാണെന്ന് വെച്ചാൽ അവിടെ നിന്നോട്ടെ, അതല്ലെങ്കിൽ ഇവിടെ നിന്നോട്ടെ എന്ന് ഞാനിങ്ങനെ പറയും. എന്താ വെച്ചാൽ വിലങ്ങ് മുറിച്ചൊരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് വയ്യ. ഞാനത് അവരെ എടുത്തുകൊണ്ടൊന്ന് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമമാണ്. അപ്പോൾ ഞാൻ പലരും തിരിഞ്ഞ് നോക്കില്ല കേട്ടോ. അവിടെ കിടപ്പുണ്ടാവും. പിന്നെ ഞാനും മക്കളും കൂടെ അത് എടുത്തുകൊണ്ട് വന്ന് കുഴിയൊക്കെ എടുത്തിട്ട് അതിലോട്ട് നേരം പോലെ അങ്ങനെ ആക്കിയിട്ട് അവരെ ഇതാക്കും. അല്ലാതെ ഇപ്പം എന്താ ചെയ്യാം. ഇവരിപ്പോൾ നമ്മുടെ സ്വന്തമൊന്നുമല്ല, നമ്മൾ സ്വന്തമായിട്ട് വളർത്തുന്നൊന്നുമല്ല. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അങ്ങനെ പടിഞ്ഞിട്ടുള്ള നാടൻ പൂച്ചകളാണ് കേട്ടോ. നമ്മുടെ ഇവിടെ എന്തൊരു ജീവി വന്നാലും ഞാൻ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇട്ട് കൊടുക്കും. പാവങ്ങളല്ലേ, നമ്മൾ കളയുന്നത് മതി അവർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിന് ഇനി കുറച്ച് ഇവന് കൊടുക്കട്ടെ. ഇവൻ രാവിലെ കുറച്ച് കഴിച്ചിട്ട് പോയതാണ്. ഇത്രയും നല്ലിട്ട് ഇവൻ നല്ല തടി ഉണ്ടായിരുന്നു. ആരോ നല്ല പോലെ നോക്കിയിട്ടുള്ളതാണ് ഇവന്. പിന്നെ നല്ല ഇണക്കമാണ് കേട്ടോ. എന്നാലും അവനെ തൊടുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. എന്നാലും അവന് മറ്റ് പൂച്ചകളെ കടിക്കുക, അതുപോലെ നമ്മളെ ഉപദ്രവിക്കുക അങ്ങനെയൊന്നുമില്ല. അവനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉഴിയാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തിരിയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നല്ല തടി ഉണ്ടായിരുന്നു. ആരോ നല്ലപോലെ നോക്കുന്ന പൂച്ചയായിരുന്നു. പക്ഷേ അവന് വന്നിട്ടിപ്പോൾ അവൻ്റെ തടിയൊക്കെ പകുതിയിലേറെ കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സുന്ദരി കരയുന്നുണ്ട് കേട്ടോ. രാവിലെ വെള്ളം കൊടുത്താണ് അവൾക്ക് പകുതി അങ്ങ് തല മുക്കിയിട്ട് അങ്ങ് പൊക്കിയിട്ട് ബാക്കി വെള്ളം അവിടെ വെക്കും. എന്നിട്ട് ഞാൻ സ്വല്പം ഉപ്പിട്ട് കൊടുത്തു നോക്കും. അപ്പോഴും അവൾക്ക് വേണ്ട. ഇനിയിപ്പോൾ ഇന്ന് ഒരു 12:30 1 മണിയായിട്ട് കൊടുക്കുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുക. അവൾ കരയുന്നുണ്ട് കേട്ടോ. വെറുതെ കരയുന്നതാണ്, വെള്ളം കുടിക്കാനൊന്നല്ല. അത് സ്വല്പം കുടിച്ചിട്ട് അവിടെ വെക്കുകയുള്ളൂ. ഒന്ന് അങ്ങ് ഇതായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കൊടുത്തിട്ടില്ല. കുറച്ചങ്ങ് കഴിയട്ടെ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പ അവിടെ ആ ബീഫിൻ്റെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവനിനി കുറച്ച് നേരം കടന്നിട്ട് അങ്ങനെ പോവും. എന്തേ സുന്ദരിയെ അവിടെ നിൽക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വെള്ളം തരുള്ളൂ. തന്നപ്പോൾ എനിക്ക് കുടിക്കാൻ വയ്യ അല്ലേ. പിന്നെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ പുൽത്തൊട്ടിയിലാണ്. അവളെ മുട്ടയിടാനായിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അവർ ചിലപ്പോൾ ഇതിലിട്ട് വെക്കും. ഇനിയിപ്പോൾ തുണികൾ ഒലുമ്പിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൈപ്പ് തിരിച്ച് വെച്ചപ്പോഴാണ് നമ്മുടെ കുഞ്ഞിപ്പോൾ അതിലൂടെ കരഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവന് കഴിക്കാൻ കൊടുത്തപ്പോഴേക്കും ഇതിൽ വെള്ളം നിറഞ്ഞു. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഒലുമ്പി എടുത്തിട്ട് ഇത് ഉണക്കും കേട്ടോ. ഉണക്കി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും മഴയാണെങ്കിലും നല്ലപോലെ ഏകദേശം ഉണങ്ങി കിട്ടും. കുട്ടികളുടെ യൂണിഫോം അങ്ങനെയൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് ഞാൻ രാവിലെ സുന്ദരിക്ക് വെള്ളം കൊടുക്കാനായിട്ട് വരുമ്പോൾ ഇതിലിട്ട് അങ്ങ് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇതിലെ വെള്ളം ഒഴിച്ച് കളയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ കോഴിയെ ഞാൻ കൂട്ടിലോട്ടിട്ട് നമ്മുടെ തുണികളെല്ലാം അയലിൽ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സുന്ദരിക്ക് വെള്ളം കൊടുക്കണം. പിന്നെ നമ്മുടെ കോഴികൾ ഉച്ചയ്ക്ക് ഈ പുൽത്തൊട്ടിയിൽ കയറിയിരിക്കും കേട്ടോ. ഇവൾ അങ്ങനെ കൂട്ടിലോട്ട് പിടിച്ചിടാനായിട്ട് നമുക്ക് കിട്ടുകയില്ല. അവൾ കയറി മുളയുകയില്ല കൂട്ടിൽ. അപ്പോൾ മറ്റവളെ മുട്ടയിടാനായിട്ട് അവൾ കൊട്ടയിലോട്ട് ഇട്ട് അതിൽ കിടക്കൂട്ടും. അപ്പോൾ ഇവർക്ക് നമ്മുടെ മരത്തിൻ്റെ കൂടാണ് ഇവർക്ക് ഇഷ്ടം. പക്ഷേ കുട്ടികൾ പുറത്തോട്ട് ചാടുന്നതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെയും കോഴികളെയും കൂടി ഞാൻ അതിലോട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇതിലിപ്പോൾ പിടിച്ചിടണം. അതല്ലാതെ ഇവർ സ്വയം അങ്ങനെ കയറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ കൂടൊന്ന് പെട്ടെന്ന് തന്നെ തുറന്നു കൊടുത്തിട്ട് അതിലോട്ട് അങ്ങ് കയറുമ്പോൾ അവളെ കയ്യിൽ നിന്ന് ഒരു കൊത്തും കിട്ടും. അപ്പോൾ ഞാൻ പിടിച്ചിട്ട് അങ്ങനെ ഇടും കേട്ടോ ഈ കൂട്ടിലോട്ട്. ഇപ്പോൾ നമ്മുടെ സുന്ദരി ഗേറ്റിന് അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ കോഴിയും കുഞ്ഞുങ്ങളൊക്കെ ഇതാ. അപ്പോൾ ഇവരുടെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. 7 കുട്ടികളുണ്ട് കേട്ടോ. ഇത് ഞാൻ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ അവർ കൂട്ടിലാണ്, കൊട്ടയിലൊന്നും അല്ല കേട്ടോ. കോഴികൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ റേഷൻ അരി, അതുപോലെ ചോറ്, പുല്ലുവർഗ്ഗങ്ങൾ, അവർക്ക് വേണ്ടതെല്ലാം അവർ മുറ്റത്തൂടെ നടന്ന് കൊത്തിപ്പെറുക്കി കഴിച്ചോളും. മറ്റേ കുട്ടികളൊക്കെ ബാക്കി വെക്കുന്ന നമ്മുടെ കറികളുടെ വേസ്റ്റ്, അതുപോലെ തലേ ദിവസത്തെ ബാക്കി വരുന്ന ചോറ്, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്.
തികച്ചും നാടൻ രീതിയിൽ നാടൻ കോഴികൾ നമ്മുടെ പരിസരത്ത് നിന്നും കഴിച്ച് അങ്ങനെ വളരുന്ന കോഴികളാണ് നാടൻ കോഴികളുടെ. ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി കൊണ്ടുവരുന്ന കോഴികളാണെങ്കിലും അവർ കുറച്ച് ദിവസം നമ്മുടെ പരിസരത്തു നിന്നും കഴിക്കുകയും കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ കൂട്ടിലിട്ട് നമ്മൾ മറ്റ് തീറ്റകൾ കൊടുത്ത് വളരുമ്പോഴാണ് ഇവരുടെ ഇറച്ചിക്കൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ വിട്ട് രാവിലെ വിടും, വൈകുന്നേരം കൂട്ടിലോട്ട് കയറ്റും. അങ്ങനെ ആവുമ്പോൾ നാടൻ രീതിയിലുള്ള മീറ്റ് തന്നെയാണ് അവർക്ക് വരുന്നത്. ആ ഒരു ടേസ്റ്റ് തന്നെ അവരുടെ മറ്റേ ഇറച്ചിക്ക് ഉണ്ടാവും. വാങ്ങുന്ന കോഴികളുടെ ടേസ്റ്റ് അല്ല ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ സാധാരണ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. എല്ലാ വീടുകളിലും അങ്ങനെയാണ് നമ്മുടെ ബാക്കി വരുന്നത്. അതുപോലെ അരി ചോറ് കൊടുക്കും കേട്ടോ. ചോറ് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ വിചാരിക്കും ചോറ് കൊടുക്കാൻ പറ്റുമെന്നാവുമെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞു കോഴികൾക്കടക്കം ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്നത് അവർ കഴിക്കും. പിന്നെ അരി കൊടുക്കും. അവർക്ക് 2-3 നേരം വെള്ളം വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് അവരെ ഞാൻ പിന്നീട് അവരെ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ പപ്പി രാവിലെ വന്ന് പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ പപ്പി ഇല്ലാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പപ്പിയെയും കുഞ്ഞിപ്പാനെയും സുന്ദരിയും എല്ലാം ഇഷ്ടപ്പെട്ടു വെച്ചാൽ നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണം. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്